വർഷങ്ങൾക്ക് മുമ്പ് വിജയ്ക്കും രജനീകാന്തിനും വരെ ക്ലാഷ് റിലീസ് സിനിമകളൊക്കെ വെച്ച് വിജയിച്ചിട്ടുള്ള ഒരു നടനായിരുന്നു അജിത്ത്. പക്ഷേ അജിത്തിന് നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടുന്ന സിനിമയൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. കൂടാതെ തന്നെ ഒരു വിജയ് സിനിമ നമ്മുടെ കേരളത്തിൽ റിലീസിനെത്തി അതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് പോലും അജിത്തിന്റെ ഒരു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ നമ്മുടെ കേരളത്തിൽ ക്ലോസ് ചെയ്തില്ല. അതിനെന്താണ് കാരണം? അജിത്തിന് വലിയ രീതിയിലുള്ള സ്റ്റാർസുമായിട്ടൊക്കെ ക്ലാഷ് റിലീസ് വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ അത്രയും ഒരു ഗ്രോത്ത് നേടാൻ സാധിക്കാതെയുള്ള കാരണവും കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിട്ടുള്ള അജിത്ത് ചിത്രം കൂടെ നോക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് അജിത്തിന്റെ വലിമ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ വലിയൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ എച്ച് വിനോദായിരുന്നു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ബൈക്ക് ആ ഒരു സംഭവത്തെയൊക്കെ ബേസ് ചെയ്ത് വന്ന് വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം കളക്ട് ചെയ്തിട്ടുള്ളൂ ഏകദേശം 3 കോടി രൂപയായിരുന്നു. അതായത് ഹൈപ്പിന്റെ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് റെസ്പോൺസ് നേടാൻ സാധിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം 3 കോടി രൂപയോളം ചിത്രം അന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 9ാം സ്ഥാനം നമ്മൾ ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള അജിത്തിന്റെ വിടാമുയർച്ച എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം അത്യാവശ്യം നല്ലൊരു ഹൈപ്പിലായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം ചിത്രം ഹോളിവുഡ് ടൈപ്പിലൊക്കെയാണ് വരുന്നത്. കൂടാതെ തന്നെ അനിരുദ്ധിന്റെ BGM ഒക്കെ അന്ന് വലിയ രീതിയിൽ തന്നെ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 3,05,00,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് അജിത്തിന്റെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള വീരം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രവും വിജയുടെ ജില്ല എന്ന ചിത്രം ക്ലാഷ് റിലീസായി എത്തി. അന്ന് തിയേറ്ററിൽ വീരം എന്ന ചിത്രം ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് വിന്നർ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 3,25,00,000 രൂപയോളം അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് മങ്കാത്ത എന്ന വെങ്കട് പ്രഭു ചിത്രമാണ്. ഈ ഒരു ചിത്രം അന്ന് വലിയൊരു തരംഗം തന്നെയാണ് തിയേറ്ററൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം അന്ന് 4 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് വലിമ എന്ന ചിത്രശേഷം എച്ച് വിനോദും കൂടാതെ തന്നെ അജിത്തിന്റെ കോംബോയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് ഒരു ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്കിലൂടെ തന്നെ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ചിത്രത്തിന് ട്രെയിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അജിത്തിന്റെ ഒരു ബീസ്റ്റ് ചിത്രമായിരിക്കും. കൂടാതെ തന്നെ ആ ഒരു ട്രെയിലർ തന്നെ നമുക്ക് അജിത്തിന്റെ ഒരു ഷോ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അജിത്തിന്റെ ഒരു കിടിലും ഒരു എന്റർടൈനർ ആയിരിക്കും ഈ ഒരു ചിത്രം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷിച്ച അത്രയും ഒരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഒക്കെ കിട്ടി. ചിത്രം ഏകദേശം 5 കോടി രൂപയോളം അന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് അത്യാവശ്യം വലിയൊരു ഹൈപ്പോട് കൂടി തന്നെയായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു മിക്സ്ഡ് അല്ലെങ്കിൽ റിവ്യൂസ് ആവറേജ് റെസ്പോൺസ് കിട്ടിയിട്ട് പോലും ഒരു ഡീസന്റ് റെസ്പോൺസിൽ പോലും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 5,05,00,000 രൂപയ്ക്ക് കൂടി ചിത്രം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിലായാലും അജിത്തിന്റെ ഒരു ഷോ എന്ന രീതിയിൽ തന്നെയായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് വിവേകം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ശിവയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വലിയ ഹൈപ്പായിരുന്നു. അന്നത്തെ ചിലപ്പോൾ 1000 കോടിയൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം. കാരണം അങ്ങേയറ്റം ഹൈപ്പിലായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ഹൈപ്പ് കയറാൻ കാരണം ശിവ അന്ന് വേതാളം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു കോംബോ ഒന്നിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു അങ്ങേയറ്റം വലിയ ഹൈപ്പിൽ ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ട് ചിത്രത്തിന് നമ്മുടെ കേരളത്തിൽ വലിയൊരു കളക്ഷൻ ഒന്നും എടുക്കാൻ സാധിക്കാതെ പോയത്. എങ്കിൽ പോലും ചിത്രം അന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് 5,20,00,000 രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ 1000 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറയും അതൊക്കെ ചുമ്മാതാ, അന്ന് 1000 കോടി ഒന്നും കളക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അന്ന് അജിത്തിന്റെ കുറെ സ്റ്റിൽസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞിലൂടെയൊക്കെ തടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു സ്റ്റിലൊക്കെ വലിയ രീതിയിൽ തന്നെ വൈറലായി. അന്നത്തെ വലിയൊരു ട്രെൻഡ് സെറ്ററും വലിയൊരു ഹൈപ്പോ അന്നത്തെ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ചിത്രത്തിന്റെ ആ ഒരു റെസ്പോൺസ് കുറച്ച് താണ ഒന്നെങ്കിൽ ഒരു ഹൈപ്പ് കാരണമായിരിക്കും അല്ലെങ്കിൽ ഒരു ഹൈപ്പിനെ ബീറ്റ് ചെയ്യാതെ പോയത് കൊണ്ടാണ് അന്ന് ഒരു ചിത്രം വലിയൊരു വിജയത്തിലോട്ട് തന്നെ പോകാൻ സാധിക്കാതെ പോയതും. ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് അജിത്തിന്റെ എന്നെ അറിന്താൽ എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെ തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 5,25,00,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2ാം സ്ഥാനത്ത് അജിത്തിന്റെ വേതാളം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്ര ശേഷമായിരുന്നു അവര് വിവേകം എന്ന ചിത്രമൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്നുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അക്കാലത്ത് ഏറ്റവും വലിയൊരു വിജയം ഈ ഒരു ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിലൂടെ അജിത്തിന്റെ ഫാൻസ് പവർ ഒക്കെ ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഇതുപോലൊരു അജിത്ത് ചിത്രം കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്ത സമയത്താണ് പുള്ളി ഇതൊന്ന് ഇറക്കി വിട്ടത്. ഈ ഒരു ചിത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 5,65,00,000 രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി 2ാം സ്ഥാനമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനത്ത് അജിത്തിന്റെ ആരംഭം എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെയായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ലിസ്റ്റിൽ 1ാം സ്ഥാനം ഈ ഒരു ചിത്രത്തിന് തന്നെയാണ്. ഏകദേശം 5,85,00,000 രൂപയോളം അന്ന് മാത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു ചിത്രം കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അജിത്തിന്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് നടന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് വിജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കഥയിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമെങ്കിലും പുള്ളി ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ ഒരുങ്ങുന്ന കുറേ മാസ് രംഗങ്ങളും കൂടാതെ ഫാൻസിനെ ഒരു തൃപ്തിയാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഫാൻസ് ബേസ് കൂട്ടുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല ആക്ടേഴ്സും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അവർ ഈ ടോപ്പ് സ്റ്റാർസിലോട്ട് എത്തിയത്. ഇപ്പോൾ അജിത്ത് അങ്ങനെ ഒരു ചിത്രം ചെയ്യുന്നില്ലെന്നല്ല, അജിത്ത് അങ്ങനെ ചിത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫാൻസിന്റെ ട്രീറ്റ് ആയിട്ട് വന്ന ചിത്രങ്ങൾ
ചിത്രങ്ങളായിരുന്നു. വീരമായാലും ഇപ്പോൾ വന്ന ഗുഡ് ബൈ അഗ്ലി ആയാലും വേതാളമൊക്കെ ആയാലും അതൊക്കെ ഫാൻസിന് ഒരു ട്രീറ്റ് എന്ന രീതിയിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളൂ. ആ ചിത്രങ്ങളൊക്കെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു. പക്ഷേ അജിത്ത് ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ സ്ക്രിപ്റ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക, ഫാൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് ഫാമിലി ഓഡിയൻസിന് എന്ന രീതിയിൽ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫാൻസ് ബേസ് ഇത്രയും ഇപ്പോഴും അജിത്തിന്റെ ഫാൻസ് ബേസ് വലിയ രീതിയിൽ തന്നെയാണ് ഉള്ളത്. എങ്കിൽ പോലും പുള്ളി കുറച്ചുകൂടെ ഒരു മാസ് രംഗങ്ങൾ അല്ലെങ്കിൽ മാസ് സിനിമകൾ മാത്രം ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു പക്ഷേ ഇതിലും വലിയൊരു ടോപ്പ് സ്റ്റാർസിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയൊരു സ്റ്റാറിലോട്ട് തന്നെ പുള്ളി എത്തേണ്ടതാണ്. ഇപ്പോൾ പുള്ളി ചെറിയ സ്റ്റാറൊന്നും അല്ല, ഇപ്പോഴും വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. കാരണം പേട്ട എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ ഒപ്പം പുള്ളി വിശ്വാസ സിനിമ എടുത്ത് അന്ന് വലിയൊരു ഹിറ്റ് തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. അതൊരു ഫാമിലി എന്റർടൈനർ ചിത്രം പുള്ളിക്ക് പറ്റും. പുള്ളി കുറച്ചുകൂടെ നമ്മൾ റിലവൻ്റ് ആയിട്ട് ഫാൻസിനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകളും ഓഡിയൻസ് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കിടിലൻ സിനിമ പുള്ളിയുടെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി. അത് വലിയൊരു വിജയം തന്നെയാകും. ഇപ്പോൾ ഉദാഹരണമാണ് കേരളത്തിൽ വലിയൊരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ കാരണം അജിത്തിന്റെ വലിയൊരു ഹൈപ്പിൽ വരുന്ന സിനിമകളൊക്കെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ താന്നു പോകും. അതുകൊണ്ട് വലിയ കളക്ഷൻ കിട്ടുന്നില്ല. പക്ഷേ വലിയ ഹൈപ്പ് ഇല്ലാതെ വരുന്ന സിനിമകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷനും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു വലിയ ഒരു ഹൈപ്പോടെ വരുന്ന സിനിമയ്ക്ക് വൻ പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ അത് കേരളത്തിൽ വൻ ഹിറ്റ് തന്നെ ആകും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, വീരവും കൂടാതെ തന്നെ ഗുഡ് ബൈ അഗ്ലിയും വേതാളമൊക്കെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ പുറത്തിറങ്ങി വലിയൊരു റെസ്പോൺസ് കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിലൂടെ വലിയൊരു കളക്ഷൻ നേടിയ ചിത്രമാണ്. ഇപ്പോൾ വേറൊരു ചിത്രം നമ്മൾ പറയാം, ഭയങ്കര ഹൈപ്പിൽ വന്നു തുനിവിന് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ വിവേകം എന്ന ചിത്രത്തിനും നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ വല്യമേ ചിത്രം, ഈ ചിത്രങ്ങൾക്കൊക്കെ വലിയ വലിയ ഹൈപ്പിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിനനുസരിച്ചുള്ള അതിനെ ബീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനപ്പുറം പോകുന്ന ഒരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. ആ ഒരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വൻ കളക്ഷൻ ആയിരുന്നേനെ അജിത്തിന് നമ്മുടെ കേരള ബോക്സ് ഓഫീസ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. കൂടാതെ അജിത്തിനെ ശ്രദ്ധിക്കേണ്ടതല്ലോ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പുള്ളിയുടെ ഒരു ഹൈപ്പ് വലിയൊരു ഹൈപ്പ് ചിത്രം വരുവാണെങ്കിൽ ആ ഹൈപ്പിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണെങ്കിൽ ആ ഒരു ചിത്രം നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനിലും ഇപ്പോൾ നേടിയ കളക്ഷന്റെ ഇരട്ടി തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ അജിത്തിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയത് ഗുഡ് ബൈ അഗ്ലി എന്ന ചിത്രമാണ്. വേൾഡ് വൈഡ് ആയിട്ട് 250 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ളത്. ഇനി ഒരു കിടിലൻ ചിത്രം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റിലും കൂടാതെ ഫാമിലി ഓഡിയൻസിനായാലും കൂടാതെ അദ്ദേഹത്തിന്റെ ഫാൻസിനായാലും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തുകയാണെങ്കിൽ അജിത്തിന്റെ ലെവൽ തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പുള്ളിയുടെ വേതാളം എന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞ ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിൽ കണക്ട് ആകുന്നുണ്ട്. കൂടാതെ ഫാൻസിന് അടിച്ചു പൊളിക്കാൻ സംഭവങ്ങളൊക്കെ ആ ഒരു ചിത്രത്തിൽ തന്നെ ഉണ്ട്. അതിൽ ഇന്റർവെൽ സീനിലൊക്കെ ആയാലും അജിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയാലും എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ ഇഷ്ടമുള്ള സീൻസ് ഒക്കെ തന്നെയാണ്. കൂടാതെ മങ്കാത്ത എന്ന സിനിമയായാലും മങ്കാത്തയിലെ പെർഫോമൻസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെയാണ് പുള്ളിയുടെ വന്നിട്ടുള്ളത്. ഒരു കിടിലം വേഷം കിട്ടിയ പുള്ളിക്ക് കിടിലമായിട്ട് തന്നെ പുൾ ഓഫ് ചെയ്യാൻ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളി കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ ഹൈപ്പ് കയറുന്ന സിനിമകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ഹൈപ്പിന് അപ്പുറം പോവുകയാണെങ്കിൽ പുള്ളി കേരള ബോക്സ് ഓഫീസിലായാലും നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. പുള്ളിക്ക് കേരളത്തിലായാലും കിടിലൻ രീതിയിലുള്ള ഫാൻ ബേസ് തന്നെയാണ് ഉള്ളത്. കൂടാതെ തന്നെ കേരളത്തിന്റെ പുറത്തായാലും വേൾഡ് വൈഡ് ആയാലും പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് തന്നെ ഉണ്ട്. പുള്ളി നല്ല രീതിയിലുള്ള ഹൈപ്പ് ചിത്രം വരുമ്പോൾ അതിന്റെ ഒരു ഹൈപ്പിന് അപ്പുറമുള്ള അല്ലെങ്കിൽ ഹൈപ്പിന്റെ അതേ രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ പുള്ളിക്ക് ഇനിയും ഒരു കിടിലം ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു കേരളത്തിൽ തന്നെ ഒരു ഹൈയസ്റ്റ് ഗ്രോസർ ഒക്കെ അജിത്തിന്റെ കരിയറിലെ തന്നെ ഒരു ചിത്രങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടോപ്പ് 10 ചിത്രങ്ങളൊക്കെ ആയാലും അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അജിത്ത് ചിത്രം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.